കോൾസിൻസ് കോക്ക് മിറാഷ് മിസ്റ്ററി ത്രില്ലറാണ്. ഡയറക്ടർ ജീത്തു ജോസഫ്. സ്റ്റോറി അപർണ ആർ തരക്കാട്. അതുപോലെ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്സ് ജീത്തു ജോസഫും ശ്രീനിവാസ് അബ്രോൾ. എനിക്ക് തോന്നുന്നത് തമിഴ് ഫുൾ അദ്ദേഹം ആണ് എഴുതിയതാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. കാരണം ഈ സിനിമ ഓൾമോസ്റ്റ് തമിഴാണ്, ഫുൾ ഓഫ് തമിഴ്. DOP സതീഷ് കുറുപ്പ്, എഡിറ്റർ വിനായക്. ഒരു ടിപ്പിക്കൽ ജീത്തു ജോസഫ് ചിത്രത്തിൽ ഉണ്ടാവുന്ന കൈൻഡ് ഓഫ് വിഷ്വൽസും എഡിറ്റിങ്ങും പരിപാടിയൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ VFX ചെയ്തിരിക്കുന്നത് മാഗ്നത്താണ്. നമ്മൾ മെമ്മറീസിലും കണ്ടുള്ള പോലെ ഒരു ലോങ് ഷോട്ടിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അത് ആ സമയത്തുള്ള സ്കോറും കിടുമായിരുന്നു. പാലത്തിനടിയിൽ കൂടെയും ട്രെയിനിൻ്റെ ഇടയിൽ കൂടെയും തോണീൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു ലോങ് സീക്വൻസ് ഓഫ് ആ പരിപാടി നന്നായിരുന്നു. മ്യൂസിക് വിഷ്ണു ശ്യാം. ഒരു അനിൽ ജോൺസൺ ആ ടൈപ്പ് ഓഫ് മ്യൂസിക് തന്നെയാണ് ഇതിലും ജീത്തു അപ്ലൈ ചെയ്തിരിക്കുന്നത്. പല സ്ഥലത്തും ദൃശ്യത്തിൻ്റെ സ്കോറായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് ഭയങ്കര റെസംബ്ലൻസ് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ തമിഴാണ് കൂടുതലും. ഡയലോഗ്സ് ഫുള്ള് തമിഴിലാണ് ഓൾമോസ്റ്റ്. കാരണം ഇതിൻ്റെ കഥയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ നടക്കുന്ന സംഭവ വികാസങ്ങൾ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കഥാപാത്രങ്ങളും പോലീസ് ഓഫീസേഴ്സും ഈവൻ മലയാളീസ് പോലും സംസാരിക്കുന്നത് തമിഴാണ്. പിന്നെ തമിഴ് മലയാളം നമുക്ക് ഒരുപോലെയാണല്ലോ, മനസ്സിലാവില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കോയമ്പത്തൂർ ഹക്കീം ഷാ ഉണ്ട്. ഹക്കീം ഷാ ഒരു കോമഡി പീസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഒരു കഥാപാത്രമൊക്കെ ആയിരുന്നു, പക്ഷേ ഒരു കോമഡി പീസ്. ഇതിലുള്ള മിക്ക കഥാപാത്രങ്ങളും കോമഡി പീസായിട്ട് മാറിയിട്ടുണ്ട് അവസാനമാകുമ്പോഴേക്കും. പിന്നെ ആസിഫ് അലിയുടെ കഥാപാത്രം ഒരു ഓൺലൈൻ ഇൻവെസ്റ്റിഗേഷൻ പരിപാടി നടത്തുന്ന ഒരു റിപ്പോർട്ടർ. അദ്ദേഹം പ്യുവർ ട്രൂത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നടത്തോ, ഓൺലൈൻ മീഡിയയാണ് തമിഴ്നാട്ടിൽ. പുള്ളിയുടെ കഥാപാത്രം പുള്ളി ഇതിൽ എടോ വിളിയില്ല, താൻ വിളി ഇഷ്ടം പോലെ ഉണ്ട്. പുള്ളിയുടെ കഥാപാത്രം പുള്ളി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഒരു മണ്ണുണ്ണി, ഒരു ഒളിച്ച് നിന്ന് ചാടി വീഴുന്ന എന്തൊക്കെയോ ഒരു അവസരോചിതമായിട്ട് ഇടപെടാത്ത ഒരു കഥാപാത്രമായിട്ടാണ് ഫീൽ ചെയ്തിട്ടിരിക്കുന്നത്. പല സ്ഥലത്തും അങ്ങനെ കുറേ സീൻസ്. ഈ പടം മൊത്തം ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. ഡയലോഗ്സ് ആയി കഴിഞ്ഞാലും അത് ആക്ടേഴ്സ് ഡെലിവറി ചെയ്യുന്നതായി കഴിഞ്ഞാലും അവരുടെ കോമ്പിനേഷൻ സീൻസ് ആയി കഴിഞ്ഞാലും അത്തരത്തിലുള്ള സ്റ്റേജിങ്ങും സീക്വൻസും എല്ലാം ഭയങ്കര ആർട്ടിഫിഷ്യൽ. പിന്നെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫോഴ്സ്ഡ്. ഇത്ര ട്വിസ്റ്റ് വേണം, ഇന്നെന്ന ഈ പ്ലോട്ടിനകത്ത് ഇന്നെന്ന സ്ഥലത്ത് ഇന്നെന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺ വേണം എന്നുള്ള പോലെ ഫോഴ്സ്ഡായിട്ട് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തീരെ ഓർഗാനിക് അല്ലാതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ്. ഒരു ജീത്തു ജോസഫ് പടം എന്ന നിലയ്ക്ക് ഭയങ്കര നിരാശ സമ്മാനിച്ച ഒരു സിനിമയായിട്ടാണ് മിറാഷ് ഫീൽ ചെയ്തിട്ടുള്ളത്. കെട്ടി മിറാഷ് എന്ന് പറയുക. അതുപോലെ മൊത്തം കോമഡി. ഒരു സുഭാഷ്. അപർണ ബാലമുരളി ഈ പറഞ്ഞ പോലെ തന്നെ ആ കഥാപാത്രം കുറച്ച് കോംപ്ലക്സ് കഥാപാത്രമാണ്, അഭിരാമി മേനോൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരിതുപോലെ തന്നെ ഇവർ കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് തലക്കടിക്കുക അവനെ ഹോബി. എന്ത് കൈ കിട്ടിയാലും ഇവരെടുത്ത് തലക്കടിക്കും. അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. ഈ പടത്തിലെ ഫൈറ്റ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. കോയമ്പത്തൂർ ഫുള്ള് എല്ലാവരും വരുന്ന ആൾക്കാരും പോകുന്ന ആൾക്കാരും എല്ലാവരുടെ കയ്യിലും ഗണ്ണ, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ്. മറ്റേ ബിഗ് ബോസിൽ അർജുനൊക്കെ ഉണ്ട്. അർജുനും ഇതുപോലെ തന്നെ ഒരു കോമഡി പീസ് കഥാപാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പുള്ളി അഭിനയിച്ച് ഗുണമാക്കിയല്ല ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ അങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു ജീത്തു പടത്തിൽ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ലാത്ത കുറേ കഥാപാത്രങ്ങൾ. അവരിങ്ങനെ പരസ്പരം സംസാരിക്കുക. ആസിഫിൻ്റെ അടുത്ത് അർജുൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ താനേതാന്ന്. അപ്പോൾ ഓൺലൈൻ മീഡിയ കൊടുത്തിട്ട് എന്നെ ഇതാക്കാനുള്ള പരിപാടിയെല്ലാം പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് പറയുന്നതാ. അതാണ് അങ്ങനെ. പിന്നെ ഇതിൽ വേറൊരു കക്ഷിയുണ്ട്, റിയാസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ച് പുള്ളിയാണ് ഇതിലെ നായകൻ, പോലീസുകാരനാണ്. പുള്ളിയുടെ കയ്യിലൊരു ഗണ്ണുണ്ട് വിത്ത് സൈലൻസർ. പുള്ളി ഇങ്ങനെ തോക്കെടുത്തിട്ട് ഇപ്പം വെടിവെക്കുമെന്ന് പറയും, പക്ഷേ വെടിവെക്കൂല. ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുക, ചേസ് ചെയ്യുക. പിന്നെ എന്നിട്ട് ഇപ്പം ഞാൻ വെടിവെക്കുമെന്ന് പറയും, വെടിവെക്കൂല. പുള്ളി ഇടയ്ക്കൊരു പുള്ളിയുടെ വരവ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ തന്നെ നായകൻ, അതുപോലത്തെ പരിപാടി. പക്ഷേ ഭൂലോക സത്യം പറഞ്ഞാൽ വാണക്കഥാപാത്രം. എന്തൊരു കഥാപാത്രം ഇത്. ഇവിടെ യാതൊരു ലോജിക്കൽ, ഇതിൽ കുറേ ലോജിക്കൽ എറേഴ്സ് ഉണ്ടേ. ഒരു അമ്മ വന്നിട്ട് നട്ടുച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ സീനിൽ കൃത്യമായിട്ട് ലൈറ്റ് കണ്ടാൽ മനസ്സിലാവും നട്ടുച്ചയാണ്, നേരെ മുകളിലുള്ള സൂര്യ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം, സന്ധ്യാനാമം ജപിക്കാൻ പോയത് അമ്മ, ശിവ അങ്ങനത്തെ കുറേ. അങ്ങനെ പിന്നെ ഇവർ ഫുൾ ടൈം ഇവർക്ക് ഇത് തന്നെ പണി. ഈ ആസിഫും അപർണയും ഹന്ന റെജി കോശി അവരിതിൽ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. അവർ ത്രൂ ഔട്ട് കഥാപാത്രം. ആസിഫിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നായക കഥാപാത്രം എന്ന് പറയാനില്ല, അത്ര സീൻസൊന്നും ഇല്ല ആസിഫിന്. കൂടുതൽ അപർണയും ഹന്ന റെജി കോശിയുള്ള ഹന്ന റെജി കോശി അത്യാവശ്യം കഥാപാത്രം പിടിച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു മുതലാളിയുണ്ട്, ഒരു തമിഴൻ മുതലാളി. പുള്ളി ഭയങ്കര ഡോളേഴ്സിൽ കളിക്കുന്ന ആളാണ്. മില്യൺ കണക്കിന് ഡോളേഴ്സ് വെച്ചുള്ള പരിപാടിയൊക്കെയാണ്. പക്ഷേ പെട്ടിക്കട സെറ്റപ്പാണ്. ആകെ 4 ജീവനക്കാരും 2 ലാപ്ടോപ്പ്, ഒരു പെട്ടിക്കട സെറ്റപ്പിൽ ഇങ്ങനെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊണ്ട് കളിക്കുന്ന ഒരു തമിഴ് മുതലാളി. ഇങ്ങനെ കുറേ കോമഡി കഥാപാത്രങ്ങൾ. പിന്നെ ദീപക് പറമ്പോലൊക്കെ ഉണ്ട്.
ദീപക് പറമ്പോലിന് ഇങ്ങനെ ഭയങ്കര ഭീകരത തോന്നണമെന്ന് ലെൻസൊക്കെ വെച്ചിട്ടുണ്ട്. പേടിക്കടാ, ഞാൻ ലെൻസ് വെച്ചോളാം. അങ്ങനെ ദീപക് പറമ്പോല് ഒരു കോമഡി കഥാപാത്രം. പുള്ളി എന്താ ഒരാളായിട്ട് ബാർഗെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണിനോട് പറയാം ഐ ലൈക്ക് യു എന്നൊക്കെ. ഇതാര്? കോഴി മറ്റേ കൂട്ടത്തിലോ അങ്ങനെ എന്തൊക്കെയോ. അതായത് മൊത്തം 2.5 മണിക്കൂറിൻ്റെ പടം. ഇത് പല സ്ഥലത്തും ഇത് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക, ട്വിസ്റ്റ് ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക. പിന്നെ സമ്പത്തുണ്ട്, മറ്റേ തമിഴ്നാടനുണ്ടല്ലോ, പുള്ളി തമിഴിനെ സംസാരിക്കുന്നത്. പുള്ളി ഒരു സൂപ്പറിൻ്റെൻ്റാണ്, പോലീസ് ഓഫീസർ. പുള്ളി ഇതുപോലെ തന്നെ ഒരു മൊണ്ണ കഥാപാത്രം. പുള്ളി ഇങ്ങനെ ഇതിലൂടെ കെഞ്ചുക, ഇങ്ങനെ ഇരക്കുക. അയ്യോ പ്ലീസ് ഒന്ന് സത്യം പറയാവോ, ഒന്ന് മറ്റേ സാധനം തരാവോ. ഇത്രയും വലിയ പോലീസ് ഓഫീസർ ഈ സാധാരണ ഈ പീക്കിരികൾ എടുത്ത് പോയിട്ട് അയ്യോ അതൊന്ന് പറഞ്ഞു തരാവോ, അയ്യോ പോകല്ലേ, അയ്യോ അങ്ങനെ ചെയ്യല്ലേ, പോലീസിനോട് സഹകരിക്കൂ എന്ന് പറഞ്ഞിട്ട് തമിഴിലാണേ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കഥാപാത്രം, അത് യാതൊരു അസ്തിത്വമില്ലാത്ത ഒരുമാതിരി അഴകുഴമ്പൻ കഥാപാത്രങ്ങളും അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേയും കുറേ ഡയലോഗ്സിൻ്റെ ഫുൾ ടൈം ഇത് തന്നെ പണി. ഇവരുടെ ലൈഫിൽ രാവിലെ എണീക്കുക, അപ്പം തുടങ്ങും അങ്ങോട്ട് പോവാം, ബ്രോ കോഴിക്കോട് പോവും, എന്നിട്ട് അങ്ങോട്ട് പോവുക, കോയമ്പത്തൂർ, അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ഇങ്ങനെ തലക്കടിക്കുന്നു, വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെടിവെക്കുന്നതിന് ആലോചിക്കില്ല. ചറപറ വെട്ടി. ബോറായിട്ട് തോന്നിയൊരു സീൻ എന്താണെന്ന് വെച്ചാൽ ഒരു തീപിടിക്കുന്ന സീനുണ്ടേ. അയ്യോ എന്ത് സീനത്, എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത്, അയ്യോ അങ്ങനെ. പിന്നെ ലാസ്റ്റ് ജീത്തുവിൻ്റെ സ്ഥിരമാണ് ചെക്കോപ്സ് ഗൺ പരിപാടി ഒക്കെ ഉണ്ട് അവസാനം. പക്ഷെ ഭയങ്കര ഫോഴ്സ്ഡ് ആയി പറഞ്ഞല്ലേ, ഇതാ ഇന്ന് പിടിച്ചോ ടിസ്റ്റ്, ടിസ്റ്റ് ഇതാ ജീത്തു ജോസഫ് പടം ടിസ്റ്റ്. അങ്ങനെയല്ലല്ലോ ഇതങ്ങനെ, അങ്ങനെ സംഭവിക്കേണ്ടത് സാധനം, അല്ലാതെ എങ്ങനെയത്. അങ്ങനെ ഒരു ക്ലീഷേ പരിപ്പ് വട പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ റെലവൻസ് ഉണ്ടല്ലോ, മിറാഷ് എന്നുള്ളത്, അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫോഴ്സ്ഡായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഉള്ളി തൊലിക്കും പോലെ, ഇതിങ്ങനെ പോകുന്തോറും ഇത് കിട്ടൂല, ഉള്ളിലെന്താ മനസ്സിലാവില്ല എന്നുള്ള പരിപാടിയൊക്കെയാണ് അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത്. ബട്ട് സിനിമ എങ്ങനെയൊക്കെയാണെങ്കിലും ആസിഫ് ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ തയ്യാറായത് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്.